ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗോ ചാർട്ടിംഗ് പവർഡ് ബൈ ഗ്രേറ്റ് ടെക് മല്ലു മാർക്കറ്റ് പ്രൊഫൈൽ ബിഫോർ ദ ബെൽ മാർക്കറ്റ് പ്രൊഫൈൽ റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ ട്രംപ് കഴിഞ്ഞ ആഴ്ച കുറച്ച് പണികളൊക്കെ തന്നിട്ടുണ്ട്. കുറച്ച് സംഭവബഹുലമായ കുറേ കാര്യങ്ങൾ നമ്മുടെ മാർക്കറ്റിൽ സംഭവിച്ചു വരുന്നു. നമ്മുടെ കഴിഞ്ഞ വെള്ളിയാഴ്ച നിഫ്റ്റി ഒരു ഫെയിൽഡ് ഓപ്ഷൻ തന്ന് താഴേക്ക് ഇറങ്ങിയ ദിവസമായിരുന്നു. കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ അവൻ താഴേക്ക് വന്ന് ഒരു ലോവർ സ്ട്രക്ചറിൽ ന്യൂട്രൽ എസ്റ്റീം ഡൗൺ ആയിട്ടാണ് നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റിയുടെ POC വന്ന് കൃത്യമായി നിൽക്കുന്ന 24,667 ഭാഗത്താണ് POC. ന്യൂട്രൽ എസ്റ്റീം ഡൗൺ ആയതുകൊണ്ട് നമുക്ക് യൂഷ്വലി അറിയാമല്ലോ, നിങ്ങൾ ന്യൂട്രൽ എസ്റ്റീം ഡൗൺ എന്ന് പറയുമ്പോൾ ഫോളോ അപ്പ് തരില്ല എന്ന്. പക്ഷേ ഇപ്പം അങ്ങനെയല്ല. കഴിഞ്ഞ വീക്ക് ന്യൂട്രൽ എസ്റ്റീം ആയിരുന്നു, ഡൗൺ ആയിരുന്നു. ഈ കഴിഞ്ഞു പോയ വീക്ക് ന്യൂട്രൽ എസ്റ്റീം ഡൗൺ ആവും. ചുരുക്കി പറഞ്ഞാൽ ബാക്ക് ടു ബാക്ക് ന്യൂട്രൽ എസ്റ്റീം ഡൗൺ വരുന്ന ഒരു ട്രെൻഡിങ് മൂവ് എപ്പോൾ വേണോ നമ്മളെ മാർക്കറ്റിൽ വരുന്നൊരു സൂചനയാണ് കൃത്യമായ മാർക്കറ്റ് പ്രൊഫൈൽ പ്രകാരം തോന്നുന്നത്. സോ നമ്മൾ നോക്കുന്ന സമയത്ത് അടുത്ത ആഴ്ച നമുക്ക് ഈ കുറച്ച് സംഭവബഹുലമായ കുറെ കാര്യങ്ങൾ സംഭവിക്കുന്ന വീക്കാണ് ഈ ആഴ്ച വരുന്നത്. നമ്മുടെ ഇൻഫ്ലേഷൻ ഈ ചൊവ്വാഴ്ച വൈകിട്ട് 4 മണിക്ക് നമ്മുടെ ഇന്ത്യയുടെ ഇൻഫ്ലേഷൻ ഡേറ്റ വരുന്നുണ്ട്. വൈകിട്ട് 4 മണിയാകുമ്പോൾ ഇൻഫ്ലേഷൻ ഡേറ്റ വരുന്നുണ്ട്. പിന്നെ നമുക്ക് റിസർവ് ബാങ്ക് RBIയുടെ മീറ്റിംഗ് ഉണ്ട്. കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ RBI ഈ വരാൻ പോകുന്ന വെനസ്ഡേ 6-ാം തീയതി RBI കണ്ടോ, RBIയുടെ മോണിറ്ററി പോളിസി ഉണ്ട്. അതിൽ RBIയുടെ സ്റ്റാൻഡ് എന്താണെന്ന് അറിയാം. ഇപ്പൊ ഇൻഫ്ലേഷൻ കഴിഞ്ഞ പ്രാവശ്യങ്ങളിൽ കുറഞ്ഞു, ഏറ്റവും 70th മന്തിന്റെ ഏറ്റവും ലോവർ ലെവലിലൊക്കെ ഇൻഫ്ലേഷൻ നിൽക്കുന്നത്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ എങ്ങനെയാണ് ഇവർ ഇൻഫ്ലേഷന് കിട്ടുന്നത്, അല്ലെങ്കിൽ RBIയുടെ മോണിറ്ററി പോളിസിയുടെ സ്റ്റാൻഡ് എന്തൊക്കെയാണെന്ന് അറിഞ്ഞുകൊണ്ടായിരിക്കും നമ്മളെ മാർക്കറ്റിൽ ഇനി ഒരു മൂവ്മെന്റ് വരാൻ പോകുന്നത്. സോ കുറച്ച് സംഭവബഹുലമായ ഒരു വീക്ക്, ഒരു വോൾട്ടൈൽ വീക്കിന്റെ സാധ്യതയും ഞാൻ തള്ളിക്കളയുന്നില്ല ഈ വരാൻ പോകുന്ന വീക്കിൽ. സോ നമുക്ക് നോക്കേണ്ട മാർക്കറ്റ് പ്രൊഫൈൽ പ്രകാരം നിഫ്റ്റിയുടെ ക്ലോസിംഗ് എങ്ങനെയാണ്. അപ്പോൾ നിഫ്റ്റി മാർക്കറ്റ് പ്രൊഫൈൽ പ്രകാരം നിങ്ങൾ ക്ലോസിംഗ് നോക്കുന്ന സമയത്ത് ഒരു ന്യൂട്രൽ എസ്റ്റീം ഡൗൺ ആയിട്ടാണ് നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത്. സോ അതിനർത്ഥം ഫോളോ അപ്പ് തരാനുള്ള ചാൻസ് 91% ഇല്ല, 9% ചാൻസ് അവിടെ കിടപ്പുണ്ട്. അപ്പൊ അതുകൊണ്ട് വേണമെങ്കിൽ അത് ഫോളോ അപ്പ് തന്നാൽ എങ്ങോട്ട് പോകും നമുക്ക് കൃത്യമായി നോക്കാം. സോ നിഫ്റ്റിയുടെ POC വന്നേക്കുന്നത് 24,567 ഭാഗം, 665 ഭാഗത്താണ് നിഫ്റ്റിയുടെ POC വന്നേക്കുന്നത്. സോ ഞാൻ ആദ്യം എന്ത് ചെയ്യുന്നു, നിഫ്റ്റിയുടെ POC ഒന്ന് മാർക്ക് ചെയ്ത് വെക്കാം. നിഫ്റ്റിയുടെ POC വന്നേക്കുന്നത് 24,667 ഭാഗത്താണ് POC. സോ 24,667 ആണ് നമ്മുടെ POC വന്നിരിക്കുന്നത്. ഞാൻ അതിന്റെ POC ഒന്ന് 24,667 ആണ് POC. അപ്പൊ ഞാൻ ആ POC മാർക്ക് ചെയ്തിട്ട് POCയുടെ കളർ ഒന്ന് കൊടുക്കാം. POC എന്ന് പറയുമ്പോൾ 24,667 ഭാഗത്താണ് POC നിൽക്കുന്നത് നിഫ്റ്റിയെ സംബന്ധിച്ച്. ഇനി നമുക്ക് നോക്കേണ്ട ന്യൂട്രൽ എസ്റ്റീം ഡൗൺ വിത്ത് സ്പൈക്ക് ക്ലോസ് ആണ്. അപ്പൊ 24,600 തൊട്ട് 24,000, കൃത്യമായി പറയുകയാണെങ്കിൽ 24,600 തൊട്ട് 603 തൊട്ട് 24,535 വരെ സ്പൈക്ക് ആയിരുന്നു. സോ ഈ 535 താഴെ മാത്രമേ ഞാൻ ഇനി സെല്ലിങ്ങിനെ കുറിച്ച് നിങ്ങളുടെ പറയുമ്പോൾ 24,535 ആണ് എന്നെ സംബന്ധിച്ച്. ഇനി നിഫ്റ്റിയിലെ ഒരു ബെയറിഷ് റെഫറൻസ് 24,535 താഴെ നിഫ്റ്റി സസ്റ്റെയിൻ ചെയ്യുമെങ്കിൽ സ്പോട്ട് നമുക്ക് എന്താണ് 24,535 താഴെ സസ്റ്റെയിൻ ചെയ്യുമെങ്കിൽ നമുക്കൊരു ബെയറിഷ് റെഫറൻസ് അവിടെ സ്റ്റാൻഡ് ചെയ്യാം. സോ ബെയറിഷ് റെഫറൻസ് എന്ന് പറയുമ്പോൾ 24,535 ആണ്. അതിന് താഴെ നിഫ്റ്റിയിൽ സെല്ലിംഗ് വരാം. ആ സെല്ലിംഗ് എന്ന് പറയുമ്പോൾ എങ്ങോട്ട് പോകും നിഫ്റ്റിയെ സംബന്ധിച്ച് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ 24,535 ഒരു 65 പോയിന്റ് കുറയ്ക്കുമ്പോൾ 35,30, 24,470 ആണ് എന്നെ സംബന്ധിച്ചുള്ള ഫസ്റ്റ് ടാർഗറ്റ്. 24,470 24,470 ആണ് നിഫ്റ്റിയുടെ ഫസ്റ്റ് ടാർഗറ്റ്. S1 24,470 ആയിരിക്കും ഫസ്റ്റ് ടാർഗറ്റ്. ഞാൻ ആ ഫസ്റ്റ് ടാർഗറ്റ് ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചു. S1 എന്ന് പറഞ്ഞ അവിടെ ആയിരിക്കും. S2 എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങോട്ട് പോകും, നമ്മൾ പഴയ ഒരു റെഫറൻസ് ലെവലിലെ ഭാഗത്തേക്ക് മാർക്കറ്റ് എൻ്റർ ആവും. അപ്പോൾ നമുക്ക് എങ്ങോട്ട് പോകണം, സെക്കൻഡറീസ് ലെവൽ എന്ന് പറയുമ്പോൾ നിഫ്റ്റിയെ സംബന്ധിച്ച് പറഞ്ഞാൽ അതിന് താഴെ 470 പൊട്ടുകയാണെങ്കിൽ അടുത്ത വരുന്നത് നമ്മൾ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ അടുത്തത് നിഫ്റ്റി ഈ 397 എന്ന് പറഞ്ഞ ഭാഗം, അതായത് 400 സെക്കൻഡ് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ നിഫ്റ്റി 400 24,400 24,400 ഭാഗത്തേക്ക് നിഫ്റ്റി വരാം. സെക്കൻഡ് ടാർഗറ്റ് അതാണ്. അതിന് താഴെ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യുമെങ്കിൽ എങ്ങോട്ട് പോകും എന്ന് പറയുമ്പോൾ അടുത്തതെന്ന് പറയുമ്പോൾ വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ 24,343. അടുത്തത് എന്താണ് 24,343 24,000 S3 എന്ന് പറയുമ്പോൾ 24,343 ഭാഗത്തേക്ക് മാർക്കറ്റ് വരും. ചുരുക്കി പറഞ്ഞാൽ ഇതാണ് S1 S2 S3 കൃത്യമായി നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ഇത് S1 ആയി, S2 ആയി, S3 ആയി. ഇനി ബൈയിങ് എന്ന് പറയുമ്പോൾ എന്നെ സംബന്ധിച്ച് ബൈയിങ് എന്ന് പറയുമ്പോൾ ഞാൻ നിഫ്റ്റിയിൽ ഇനി ഫ്രഷ് ബൈയെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ 24,735 മുകളിൽ മാത്രമേ ഇനി ബൈ ഉള്ളൂ. എത്രയാണ് 24,735 മുകളിൽ മാത്രമേ ഈ നിഫ്റ്റിയിൽ ഒരു ബുള്ളിഷ് റെഫറൻസ് എന്ന് പറയുമ്പോൾ 24,735 മുകളിൽ മാത്രമേ നിഫ്റ്റിയിൽ ഒരു ബൈങ്ങിനെ ചാൻസ് ഉള്ളൂ. 24,735 മുകളിൽ മാത്രമേ ഒരു ബൈങ്ങിന് ഒരു ചാൻസ് ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ആ ഫസ്റ്റ് ടാർഗറ്റ് എങ്ങോട്ട് പോകും കൃത്യമായി പറയുകയാണെങ്കിൽ ഇന്നലെ CPL വന്ന 24,793 എത്രയാണ്
24,784 എന്ന് പറഞ്ഞാൽ അതാണ് ഫസ്റ്റ് ടാർഗറ്റ്. 24,785 24,785 R1. R1 എന്ന് പറയുമ്പോൾ 24,785 ആണ് R1 എന്ന് പറഞ്ഞ ക്ലിയർ. അതിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്യുമെങ്കിൽ അടുത്ത വരുന്നത് കൃത്യമായി പറയാം 24,849. എത്രയാണ്? 24,849 24,800. R2 എന്ന് പറയുമ്പോൾ 24,849 24,849 ഭാഗത്തേക്ക് നിഫ്റ്റി വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. ഇതായിരിക്കും എന്നെ സംബന്ധിച്ചുള്ള നിഫ്റ്റിയുടെ അപ്പർ സൈഡിലും ലോവർ സൈഡിലും ലെവൽസ്. അതൊന്ന് കൃത്യമായി നിങ്ങൾ മാർക്ക് ചെയ്യുക. പ്രത്യേകിച്ച് മാർക്കറ്റിൽ വോളറ്റിലിറ്റി മൂവ്മെന്റ് വരികയാണെങ്കിൽ നിഫ്റ്റി താഴേക്ക് ഇറങ്ങാനും നമ്മൾ 12th മെയിലെ പ്രൊഫൈലിന്റെ ഭാഗത്തേക്ക് എൻട്രി ചെയ്ത് ആ സിംഗിൾ പ്രിന്റ് ഒക്കെ ഫില്ല് ചെയ്യാനുള്ള ചാൻസ്, അതായത് അപ് ടു 24,343 വരെ ഫില്ല് ചെയ്യാനുള്ള ചാൻസ് വളരെയധികം സ്പോട്ടിന് കൂടുതലാണ്. ഇനി നമുക്ക് നോക്കേണ്ടത് ബാങ്ക് നിഫ്റ്റി. ബാങ്ക് നിഫ്റ്റിയുടെ ലെവൽസ് എങ്ങനെയായിരിക്കണം? അപ്പൊ ബാങ്ക് നിഫ്റ്റി ഒരു ന്യൂട്രൽ, നിഫ്റ്റി എങ്ങനെയാണോ സംഭവിച്ചത് അതേപോലെയാണ് നമ്മളെ ബാങ്ക് നിഫ്റ്റി സംഭവിച്ചിരിക്കുന്നത്. ബാങ്ക് നിഫ്റ്റി ഒരു കൃത്യമായ ന്യൂട്രൽ എസ്റ്റീം ഡൗൺ ആണ്. ബാങ്ക് നിഫ്റ്റിക്ക് നിഫ്റ്റിയെ പോലെ സ്പൈക്ക് ഉണ്ട്. POC 55,843 55,843 ഭാഗത്താണ് POC. ഇപ്പൊ ഞാൻ POC ഒന്ന് മാർക്ക് ചെയ്യുന്നു. 55,843 POC 55,843 ആണ് POC. ഞാൻ ആ POC ഒന്ന് മാർക്ക് ചെയ്തു. POC കൃത്യമായി മാർക്ക് ചെയ്ത് വെച്ചു. ഇനി നമുക്ക് നോക്കേണ്ടത് ബെയറിഷ് റെഫറൻസ് എന്ന് പറയുമ്പോൾ ഇന്നത്തെ ലോവർ ലെവലിന് താഴെ, അതായത് 55,560 താഴെ 55,560 ആണ് എന്നെ സംബന്ധിച്ചുള്ള സെല്ലിംഗ് റെഫറൻസ്. അതിന് താഴെ, അല്ലെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം വന്നല്ലോ 55,548 താഴെ 55,548 താഴെ മാത്രമേ നിഫ്റ്റിയിൽ സെല്ലിംഗ് ഉള്ളൂ. അതായിരിക്കും എന്നെ സംബന്ധിച്ചുള്ള ബെയറിഷ് ബാങ്ക് നിഫ്റ്റിയിൽ സെല്ലിംഗ് ഉള്ളൂ, ബാങ്ക് നിഫ്റ്റിയിൽ. സോ അതായിരിക്കും എന്നെ സംബന്ധിച്ചുള്ള ബെയറിഷ് റെഫറൻസ്. അതിന് താഴെ സെല്ലിംഗ് വരും. അത് എങ്ങോട്ട് പോകും? അങ്ങനെയാണെങ്കിൽ നമ്മളെ ബാങ്ക് നിഫ്റ്റി എങ്ങോട്ട് പോകും? കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി പഴയ പ്രൊഫൈലിന്റെ ഭാഗത്തേക്ക് വരും. അതായത് പൊട്ടുകയാണെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ 55,389 ഫസ്റ്റ് ടാർഗറ്റ് 55,389 ആണ് S1. S1 എന്ന് പറയുമ്പോൾ 55,389 അത് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന് താഴെ S2 എന്ന് പറയുമ്പോൾ അടുത്ത വരുന്നത് 55,136 പഴയ ഒരു വാല്യൂരിയൽ ലോ ആണ്. 55,136 95,136 ഭാഗത്തേക്ക് വരാനും അതിന് താഴെ സസ്റ്റെയിൻ ചെയ്യുമെങ്കിൽ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് അടുത്ത ലെവൽ എന്ന് പറയുമ്പോൾ 55,000 ഭാഗത്തേക്ക്, കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ 55,000 ബിഗ് റൗണ്ട് ഫിഗർ 55,000 S3 എന്ന് പറയുമ്പോൾ 55,000 ഭാഗത്തേക്കും ബാങ്ക് നിഫ്റ്റി വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതൽ. അതായത് ബാങ്ക് നിഫ്റ്റിയുടെ അപ്പ് ലെവൽസ്. ഇനി ബാങ്ക് നിഫ്റ്റിയുടെ അപ്പർ ലെവൽസ് എന്ന് പറയുമ്പോൾ വ്യക്തമായി നിങ്ങൾ നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് എനിക്കിനി അപ്പർ ലെവൽ എന്ന് പറയുമ്പോൾ 55,951 മുകളിൽ മാത്രമേ, അല്ലെങ്കിൽ 55,951 മുകളിൽ മാത്രമേ ഞാൻ ഇനി ബാങ്ക് നിഫ്റ്റിയുടെ ബുള്ളിഷ് റെഫറൻസ്. ഇപ്പൊ ബുള്ളിഷ് റെഫറൻസ് എവിടെയാണ്? ബാങ്ക് നിഫ്റ്റിക്ക് 55,951 55,951 മുകളിൽ മാത്രമേ ഒരു ബുള്ളിഷ് റെഫറൻസ് ബാങ്ക് നിഫ്റ്റിക്ക് സാധ്യമായിട്ടുള്ളൂ. അത് ക്ലിയർ ആവുന്നല്ലോ. അതിന് മുകളിൽ മാത്രമേ ബൈ ഉള്ളൂ. അതിന് മുകളിൽ ബൈ ആണെങ്കിൽ എങ്ങോട്ട് പോകും? അവനെ സംബന്ധിച്ച് 56,108 ഇന്നലെ വന്ന ഹൈ, ഫസ്റ്റ് ഹൈ 56,97 ഭാഗത്തേക്ക് പോവാം. R1 56,097 ഭാഗത്തേക്കാണ് R1 വരുന്നത്. 56,097 ഭാഗത്തേക്ക് പോവാം. അതിന് മുകളിൽ അടുത്ത വരുന്ന എവിടെയാണ്? R2 എന്ന് പറയുമ്പോൾ 56,223 സെക്കൻഡ് ടാർഗറ്റ് തലേദിവസ വാല്യൂ ഏരിയ ഇതാണ്, ഹൈ ആണ്. സോ 56,223 ഭാഗത്തേക്കും ബാങ്ക് നിഫ്റ്റി പോകാനുള്ള ചാൻസ് വളരെ കൂടുതൽ. ചുരുക്കി പറഞ്ഞാൽ ബാങ്ക് നിഫ്റ്റിക്ക് വളരെ അടുത്താണ് എല്ലാ ലെവൽസും നിൽക്കുന്നത്. സോ ഈ ലെവലുകൾ നിങ്ങൾ കൃത്യമായിട്ട് മാർക്ക് ചെയ്ത് വെക്കുക, ട്രേഡ് ചെയ്യാൻ യൂസ് ചെയ്യുക. ഇനി നമുക്ക് അടുത്ത് വരുന്ന എന്താണ്? നമ്മുടെ ഏറ്റവും വലിയ ആളായ മിഡ് ക്യാപ് നിഫ്റ്റി. മിഡ് ക്യാപ് നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയെ പോലെ അല്ല, നോർമൽ വേരിയേഷൻ ഡൗൺ ഡേ വിത്ത് സ്പൈക്ക് ക്ലോസ് ആണ്. അവനെ സംബന്ധിച്ച് POC നിൽക്കുന്ന 12,768 വളരെ ഡേഞ്ചറസ് ഉള്ള ക്ലോസിംഗിലാണ് ബാങ്ക് നിഫ്റ്റി മിഡ് ക്യാപ് നിഫ്റ്റി വന്നിരിക്കുന്നത്. 12,768 ഭാഗത്താണ് POC. അത് വളരെ ക്രോസിംഗ് വളരെ ഡേഞ്ചർ. ലാസ്റ്റ് സെല്ലിംഗ് വന്ന് അവിടെ ലോവർ ലെവലിൽ തന്നെ കൃത്യമായി ക്ലോസ് ചെയ്യും. സോ 12,768 മിഡ് ക്യാപ്പിന്റെ POC. ഇനി സെല്ലിംഗ് എന്ന് പറയുമ്പോൾ ഇന്നലത്തെ ലോ അല്ലെങ്കിൽ 12,640 താഴെ മാത്രമേ ഒരു ബെയറിഷ് റെഫറൻസ് ഉള്ളൂ. അപ്പോൾ 12,640 താഴെ 640 താഴെ മാത്രമേ മിഡ് ക്യാപ് നിഫ്റ്റി ഒരു ബെയറിഷ് കിട്ടുള്ളൂ. 640 താഴെ സസ്റ്റെയിൻ ചെയ്യുമെങ്കിൽ മിഡ് ക്യാപ് നിഫ്റ്റിക്ക് എന്താണ്? ഒരു ബെയറിഷ് റെഫറൻസ് ആക്റ്റീവ് ആവും. അതിന് താഴെ സെല്ലിംഗ് ഉണ്ടാവും. 12,640 12,640 താഴെ കൃത്യമായ സെല്ലിങ്ങിന് ആക്റ്റീവ് ആവും.
സോ 12,640 താഴെ മാർക്കറ്റ് അച്ചീവ് ചെയ്യുന്നെങ്കിൽ എങ്ങോട്ട് പോവാം മാർക്കറ്റിനെ സംബന്ധിച്ച് വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ അത് ആദ്യത്തെ ടാർഗറ്റ് എന്ന് പറയുമ്പോൾ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ 12,600 ഭാഗത്തേക്ക് ഫസ്റ്റ് സെക്കൻഡ് അടുപ്പിച്ച് ടാർഗറ്റ് ഉണ്ട് 12,600 കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ 12,600 S1 ആണ്. അത് ഒരു സ്ട്രോങ് ആയിട്ടുള്ള അടുത്ത ടാർഗറ്റ് ആണ് 12,600 ഭാഗത്തേക്ക് വരാം. അതിന് താഴെ മാർക്ക് സസ്റ്റെയിൻ ചെയ്യുമെങ്കിൽ ബാക്കറ്റ് സെക്കൻഡ് 12,549 ഭാഗത്തേക്ക് 12,549 ആൻഡ് 12,500 S2 എന്ന് പറയുമ്പോൾ 12,549 ഭാഗത്തേക്ക് വരാനും അതിന് താഴെ സസ്റ്റെയിൻ ചെയ്യുമെങ്കിൽ പിന്നെ ഒരു സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ 12,473 തേർഡ് സാക്ക് എന്ന് പറയുമ്പോൾ S3 എന്ന് പറയുമ്പോൾ 12,473 ഭാഗത്തേക്കും വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതൽ. അതായിരിക്കും എന്നെ സംബന്ധിച്ചുള്ള ലോവർ ലെവലിലെ സ്ട്രക്ചേഴ്സ്. ഇനി നമുക്ക് അടുത്ത നോക്കേണ്ടത് മിഡ് ക്യാപ് നിഫ്റ്റിയുടെ അപ്പർ സൈഡ് എന്ന് പറയുമ്പോൾ മിഡ് ക്യാപ് നിഫ്റ്റിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇന്ന് മിഡ് ക്യാപ് നിഫ്റ്റിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ 12,821 മുകളിൽ മാത്രമേ ഇനി ഒരു ബൈ ഉള്ളൂ. 12,000 നമ്മളെ ബുള്ളിഷ് അപ്രോച്ച് എന്ന് പറയുമ്പോൾ 12,861 മുകളിൽ മാത്രമേ മിഡ് ക്യാപ് നിഫ്റ്റിക്ക് ഒരു ബൈ ഉള്ളൂ. അതിന് മുകളിൽ മാത്രമേ നിങ്ങളൊരു ബുള്ളിഷ് റെഫറൻസ് നോക്കിയാൽ മതി. ക്ലിയർ ആവുന്നുണ്ടല്ലോ? അതിന് മുകളിൽ നിന്നാൽ മാത്രമേ ഒരു ബൈ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ അവ എങ്ങോട്ട് പോകും? ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ കൃത്യമായി പറയുകയാണെങ്കിൽ 12,870 കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ അവന്റെ ടാർഗറ്റ് എന്ന് പറയുമ്പോൾ 12,940 ഭാഗത്തേക്ക് പോവാം. ഫസ്റ്റ് ടാർഗറ്റ് 12,940 വരെ പോവാമേ. 12,940 ഭാഗത്തേക്ക് R1 എന്ന് പറഞ്ഞാൽ ആ ഒരു 12,940 ഭാഗത്തേക്ക് പോവാനും R2 എന്ന് പറയുമ്പോൾ 13,000 ക്ലിയർ ആവുന്നല്ലോ. 13,000 R2 എന്ന് പറയുന്നത് 13,000 ഭാഗത്തേക്കും പോവാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. ചുരുക്കി പറഞ്ഞാൽ 861 മുകളിൽ സസ്റ്റെയിൻ ചെയ്യുമെങ്കിൽ മാത്രമേ ഒരു ബൈങ്ങിന്റെ മൊമെന്റം മാർക്കറ്റിൽ ആക്റ്റീവ് ആവാനുള്ള ചാൻസ് ഞാൻ കാണുന്നുള്ളൂ. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഇല്ല എങ്കിൽ നമ്മൾ ട്രേഡിങ്ങിനെ കുറിച്ച് ചിന്തിക്കുകയേ വേണ്ട. ലോവർ ലെവൽ സ്ട്രക്ചറിൽ റൈറ്റ് ചെയ്യുക, എടുക്കുക, പോവുക, ആ ഒരു കാര്യങ്ങൾ മാത്രമേ നടക്കുന്നുള്ളൂ. സോ എല്ലാവരും വീഡിയോ കാണുക, വീഡിയോ കണ്ട് ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ട്രേഡിംഗ് ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കുക, നിങ്ങളും ട്രേഡ് ചെയ്യാൻ ശ്രമിക്കുക. എല്ലാവർക്കും നല്ലൊരു ഞായറാഴ്ച നേർന്നുകൊണ്ട് ഈ വീഡിയോയിൽ സൈൻ ഓഫ് ചെയ്യുന്നത് നിങ്ങളുടെ സ്വന്തം വിഷ്ണു ഗുപ്തൻ. ടേക്ക് കെയർ, ബൈ ബൈ.